വനിതാ അംഗത്തിന്റെ ബാലറ്റ് പിടിച്ചു വാങ്ങി വിഴുങ്ങി. തടയാൻ ശ്രമിച്ച അംഗത്തിന് കടിയേറ്റു. നശിച്ചതല്ല അവരെ വലിയേക്കത്തുമില്ല, മാറിയിട്ട് വയ്യ. താൻ അധികം ഒന്നും പറയണ്ട കേട്ടോ. ഇത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ്, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയും ദേശത്തിന്റെ ചൈതന്യവും അത് മാത്രമല്ല വനിതകളുടെ പ്രിയങ്കരിയുമായ ഒരു പ്രസിഡന്റ് ആണ്. താൻ അങ്ങനെ ആക്ഷേപിക്കണ്ട. ഞാൻ ചോദിക്കുകയാണ്. അതെ, മെമ്പർ ചോദിക്കുകയാണ്. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്തൊരു പഞ്ചായത്ത് മെമ്പറിന് ഈ പഞ്ചായത്തിന് ആവശ്യമില്ല. പ്രസിഡന്റ് രാജിവെക്കുക, പ്രസിഡന്റ് രാജിവെക്കുക. ഞാൻ ചോദിക്കുകയാണ്, 1967 ഇവിടെ എന്ത് സംഭവിച്ചു? 1948 1973 ഇവിടെ എന്ത് സംഭവിച്ചു? 2007 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊന്നാണോ? ക്യൂബയിൽ എന്ത് സംഭവിച്ചു? ആദ്യമേ കേരളത്തിലെ കാര്യത്തെ പറ്റി സംസാരിക്കണം. കേരളത്തിൽ എന്താ ഇരിക്കുന്നത്? തനിക്കറിയാം, ഒരു പണിയില്ലാത്ത എന്റെ കെട്ടിയോനെ 3 മക്കളെ ഇട്ടിട്ട്. 3 മക്കള് ആരെങ്കിലും ആരെ ജനസേവനത്തിനായി ഇറങ്ങി തിരിച്ച എന്നെ പോലെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്ക് തന്നെ പോലുള്ള രാഷ്ട്രീയക്കാരെ കാണുന്നത് തന്നെ അറപ്പാണ്, വെറുപ്പാണ്, ലജ്ജാവഹമാണ്. അഴിമതി ഭരണം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, അഴിമതി ഭരണം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. ആരാണോ അഴിമതി ഭരണം നടത്തിയേ? കഴിഞ്ഞ വർഷം വരെ തന്റെ കക്ഷിയിൽ നിന്ന് കൂറ് മാറിയിട്ട് കൂറ് മാറി. എന്തുകൊണ്ട് മാറി? കഴിഞ്ഞ 2.5 വർഷത്തിന് മുമ്പ് നമ്മൾ രണ്ടും വാക്കാൽ പറഞ്ഞുറപ്പിച്ച കരാറ് പ്രകാരം 2.5 വർഷത്തിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേര ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ 2.5 വർഷത്തിന് ശേഷവും നിങ്ങൾ ഈ കസേരയിൽ തൂങ്ങിക്കിടക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് എന്റെ മേൽ നല്ല പ്രതീക്ഷയുണ്ട്. അഴിമതിയില്ലാത്ത ഭരണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ. സ്കൂൾ കുട്ടികൾക്കുള്ള മുട്ടയും പാലും കട്ടെടുത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കും ഭർത്താവിനും കൊടുത്താണോ അഴിമതിയില്ലാത്ത ഭരണം? അതൊക്കെ പോട്ടെ, ലക്ഷം വീട് കോളനിയിൽ പടുത്തുയർത്തായിരുന്ന പടുകൂറ്റൻ കക്കൂസിന്റെ പണി നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ലേ? നമ്മൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് ഇലക്ഷൻ നടത്തണം. റിട്ടേണിംഗ് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ 11 മെമ്പർമാരും വന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഉറപ്പാ 11 മെമ്പർമാരും എനിക്ക് തന്നെ ഗ്രേസി കുട്ടിയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഇലക്ഷൻ ആരംഭിക്കട്ടെ. ഇലക്ഷൻ ആരംഭിക്കട്ടെ. വോട്ടിന് ബലത്തിലാണ് നിങ്ങൾ ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തെ വിഴുങ്ങുന്നത് തടയാൻ ശ്രമിച്ചാൽ ഇങ്ങനെ പല്ലും നഖവും ഉപയോഗിച്ചുള്ള ആക്രമണം നേരിടേണ്ടി വരും. സിദ്ധു അനാശ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ സിനിമകളിൽ ചെറിയൊരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ കഥാപാത്രം ഒരു സ്ത്രീ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സുകുമാരിയമ്മയാണ് ഓർമ്മ വരിക. ഏകദേശം അതുപോലത്തെ ഒരു കോമിക്കൽ ആസ്പെക്റ്റാണ് ആശ ചെയ്തത്. നമ്മുടെ ജഡ്ജസിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാം. സിദ്ധു, ആശ, നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി പറയുന്നത് നിങ്ങളുടെ ഈ കിതപ്പിലുണ്ടത്. പെർഫോമൻസ് കഴിഞ്ഞ് ഇത്ര സമയമായിട്ട് രണ്ടുപേരും നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. സോ എനർജി ലെവൽ വാസ് അറ്റ് ഇറ്റ്സ് വെരി ബെസ്റ്റ്.
ഇപ്പോൾ സൗമ്യ പറഞ്ഞു, ഇവിടെ സുകുമാരിയമ്മയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഒരുപാട് സിനിമയെ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പഞ്ചവടി പാലമൊക്കെ അതിൻ്റെ വളരെ ക്ലാസിക്കലായിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇവിടെ ഡീൽ ചെയ്യാൻ നോക്കിയത്. അതിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലീഷേ അടിച്ചു. 1978 എന്ത് സംഭവിച്ചു, 88, അതൊക്കെ കുറച്ചുകൂടി ഇത്രയും മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ഓപ്പണിംഗ് ഒക്കെ മാറ്റാമായിരുന്നു. ഇത് നമ്മൾ രാഷ്ട്രീയക്കാരെ കളിയാക്കാനായിട്ട് എത്രയോ കാലമായിട്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. അത് ആ ഒരു ഏരിയയിൽ ക്ലിഷേ വന്നു. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ക്യാരക്ടറൈസേഷനിലും ഭയങ്കരമായൊരു ക്ലീഷേ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് സുകുമാരമ്മയായിട്ട് ഇക്വേറ്റ് ചെയ്തത്. കാര്യം ഭർത്താവിനെയും കുട്ടികളെയും നോക്കാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളെ അപമാനിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഈ പുരുഷ മേധാവിത്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അതുതന്നെ നമ്മളിവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുക ചെയ്തത്. ഇതൊക്കെയാണ് ആ കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇത് ആക്ച്വലി ഇൻസിഡൻറ്റിനെ നോക്കി ഈ ഒരു രാഷ്ട്രീയ ഒരു ഫാഴ്സിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഇവിടെ പെർഫോം ചെയ്തു. പെർഫോമൻസ് വൈസ് ആശ ഈസ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ഇത്രയും ആക്ടിവിറ്റി നടക്കുമ്പോഴും പലപ്പോഴും ആശയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ വോയിസിൻ്റെ ഉപയോഗം, ആ ഒരു വെള്ളി വീണുള്ള സംസാരം അസലായിട്ടുണ്ട്. അത് കിട്ടുക എന്ന് പറയുന്നത് വളരെ സട്ടിലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. സിദ്ധു ഈസ് ഓൾ എനർജി. അത് യാതൊരു സംശയമില്ല. ഈ സിദ്ധു പതുങ്ങി ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു കാണും. ഇത് ഫുൾ ടോപ്പ് പിച്ച് സാധനമാണ്. ബോഡി ലാംഗ്വേജും അതെ, വോയിസും അതെ. അത് ഒരു സ്ഥിരം സ്റ്റൈലല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് വോയിസ് എനർജി ലെവൽ ഈസ് സൂപ്പർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകപ്പാടെ പ്രശ്നമുള്ളത് ഈ ആശയുടെ അത്രയും ഒരു സട്ടിലിറ്റീസിലേക്ക് പോകാനുള്ളൊരു ക്യാരക്ടറൈസേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. കൂട്ടാളി നന്നായി, സഹായി നന്നായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയും അതിന് ഒത്തുചേർന്ന ഒരു സംഭവമായതുകൊണ്ട് നന്നായിട്ടുണ്ട്. കുട്ടിയെ നിങ്ങൾ യൂസ് ചെയ്തത് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല അതെന്താണ് എന്നുള്ളത്. ഇത്ര ഭയങ്കര ഗൗരവകരമായൊരു തിരഞ്ഞെടുപ്പിൽ എന്താണ് ഈ ചായക്കുട്ടിയാണ്. അതെ, അതൊരു ഡിവൈസായിട്ട് നിങ്ങൾ യൂസ് ചെയ്തു. പക്ഷേ ഈ ഹോൾ ഡ്രാമയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തൊരു സംഭവമാണ്. അതിനകത്ത് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ജാറിങ് എലിമെൻ്റ് ആണ് നിങ്ങളത് യൂസ് ചെയ്യുക. അതുകൂടി നിങ്ങളൊന്ന് ക്ലവർ ആക്കണമായിരുന്നു എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു. ഇറ്റ് വാസ് എക്സലൻറ്റ്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ 3 മിനിറ്റിൽ ഒതുക്കി, 3.5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലെങ്ത്തിൽ അത് കാണിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ ഇറ്റ് വാസ് എക്സലൻറ്റ് എന്ന് പറഞ്ഞാൽ. കോൺസെപ്റ്റും നിങ്ങൾ ചെയ്തതും നിങ്ങളുടെ എനർജിയും ഒക്കെ വളരെ നന്നായിരുന്നു. ആഷയുടെ ക്യാരക്ടറൈസേഷൻ വളരെ നന്നായിരുന്നു. സിദ്ധു ഗംഭീരമായി, അസലായിരുന്നു. നല്ല എനർജി. അപ്പം എനർജി പോയിൻ്റ് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആൻഡ് പ്ലീസ് കീപ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഷോ. സിദ്ധു, ആശ, എക്സലൻറ്റ് പെർഫോമൻസ്. സിദ്ധുവിൻ്റെ ബോഡി ലാംഗ്വേജും കീജയ് വിളിച്ചതും ഫുള്ളി ഇത് ഭാഷയൊക്കെ നന്നായിരുന്നു. ആശയുടേത് ഐ എം സോ ഹാപ്പി ടുഡേ. കാരണം ആശ ഒരുപാട് കഴിഞ്ഞ പെർഫോമൻസിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആശയുടെ ഡയലോഗ്സ്, ആശ ഞാൻ എപ്പോഴും ഇങ്ങനെ കറക്ഷൻസ് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഐ എം ഹാപ്പി ദറ്റ് യു ഡിഡ് ഇറ്റ് വെൽ. വളരെ നന്നായിരുന്നു. ടുവേർഡ്സ് ദ എൻഡ് പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ട് ആശ ചെയ്തു. ഡയലോഗ്സ് എല്ലാം ഒന്നും വിട്ടിട്ടില്ല, എല്ലാം നന്നായിരുന്നു. സോ ഓൾ ടുഗദർ ആസ് എ ഹോൾ ഇറ്റ് വാസ് എ ബ്രില്യൻറ്റ് പെർഫോമൻസ്. കൺഗ്രാജുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്.